മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ വി ഡി സതീശൻ കെ സി വേണുഗോപാലിനെ കാണും. 9:30 കെ സിയുടെ വീട്ടിലാണ് കൂടിക്കാഴ്ച നടക്കുക. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച 11 മണിക്ക് നടക്കും. ശരത് ലാൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ശരത്ത്, 2 ആഴ്ച മുൻപ് വരെ ഇവരൊക്കെ നേരിൽ കണ്ടുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി ആരെന്ന കാര്യം സംസാരിക്കാനും അതിന്റെ തർക്കങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ CM ആയി കെ സിയുമായി കൂടിക്കാഴ്ച നടക്കും. എന്തെങ്കിലും പ്രത്യേക അജണ്ടകളുണ്ടോ, അതോ സ്നേഹ സന്ദർശനമാണോ? സ്വാഭാവികമായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച ആയിരുന്നു തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ കൊച്ചിൻ ഹൗസിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പാണ് കെ സിയുടെ വീട്ടിലേക്ക് സന്ദർശനത്തിന് പോയിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെ കെ സി വേണുഗോപാലുമായിട്ട് മുഖ്യമന്ത്രിയായി ഡൽഹിയിലെത്തിയ ശേഷം ഒരു 1-to-1 കൂടിക്കാഴ്ച മാത്രമാണ്. അതിൻ്റെ കൂടെ തന്നെ ആ കെ സിയുടെ അടുത്ത ആൾ IB ഈഡനും ആ കൂടിക്കാഴ്ചയിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഏതായാലും ഇന്നലെ മുതൽ തന്നെ IB ഈഡൻ മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട്. കേരള ഹൗസിൽ 1:30 മണി രാത്രി 2 മണി വരെ IB ഈഡനും കേരള ഹൗസിലുണ്ടായിരുന്നു. ഏതായാലും കെ സിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്താണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകാം. അല്ലെങ്കിൽ ഇതൊരു സോണിയാഗാന്ധിയെ കാണുന്നതിന് മുമ്പേ സൗഹൃദ സന്ദർശനം എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടി വായിക്കാം. ഏതായാലും കെ സിയുമായി കാണുന്നത് ഒരു മഞ്ഞുരുകലിൻ്റെ 2ാം ഘട്ടം എന്ന നിലയ്ക്ക് പോകണം. നേരത്തെ മന്ത്രിസഭാ വികസനവുമായി കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ഇത്തരമൊരു ഡൽഹിയിലെത്തുമ്പോൾ ആദ്യം കാണേണ്ട വ്യക്തി കെ സി വേണുഗോപാലാണ് എന്നതാണ് ഒരു സന്ദേശമാണ് ഇപ്പോൾ വി ഡി സതീശന് നൽകുന്നത്. കാരണം സംഘടനാ തലത്തിൽ കെ സി വേണുഗോപാൽ തന്നെയാണ് പ്രാധാന്യമുള്ള വ്യക്തി എന്ന് ഒരു കൂടി തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സന്ദേശം നൽകുന്ന ഒരു രീതിയാണ് വി ഡി സതീശൻ ഇപ്പോൾ അനുവർത്തിച്ചത്. ഉടനെ കേരള ഹൗസിലെത്തി. ഇന്നലെ 2 മണിയോടെ കേരള ഹൗസിൽ സ്വീകരണ ചടങ്ങുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ തന്നെ തൻ്റെ ആദ്യത്തെ ദൗത്യം എന്ന കെ സി വേണുഗോപാലുമായി കാണുക എന്നുള്ളതാണ്. അതാണിപ്പോൾ അദ്ദേഹം അതിനുവേണ്ടിയുള്ള കൂടിക്കാഴ്ചക്കാണ് പോയിരിക്കുന്നത്. ഏതായാലും കൂടെ IB ഈഡനുണ്ട് എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധ നേരേണ്ട, അല്ലെങ്കിൽ IB ഈഡന്റെ ഒരു സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ശ്രീലക്ഷ്മി. ശരി ശരത്ത്, ശരി.